യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 37. യെഹോയാക്കീമിന്റെ മകനായ കൊന്യാവിനു പകരം യോശിയാവിന്റെ മകനായ സിദെക്കീയാവ് രാജാവായി. അവനെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദാദേശത്ത് രാജാവാക്കിയിരുന്നു. എന്നാൽ അവനാകട്ടെ അവന്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളിച്ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല. സിദെക്കീയാ രാജാവ് ശെലെമ്യാവിന്റെ മകനായ യെഹൂക്കലിനെയും മയസയാവിന്റെ മകനായ സഫന്യാ പുരോഹിതനെയും യിരെമ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമെന്ന് പറയിച്ചു. യിരെമ്യാവിനോ ജനത്തിന്റെ ഇടയിൽ വരുത്തുപോക്കുണ്ടായിരുന്നു, അവനെ തടവിലാക്കിയിരുന്നില്ല. ഫറവോന്റെ സൈന്യം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ചു പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി. അന്ന് യിരെമ്യാ പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടുപോകുമെന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അവർ വിട്ടുപോകയില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റു വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. ഫറവോന്റെ സൈന്യ നിമിത്തം കൽദയരുടെ സൈന്യം യെരുശലേമിനെ വിട്ടുപോയപ്പോൾ യിരെമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവൻ ബെന്യാമീൻ വാതിൽക്കൽ എത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിന്റെ മകനായ ശെലെമ്യാവിന്റെ മകൻ ഇരീയാവ് എന്നു പേരുള്ളവൻ യിരെമ്യാ പ്രവാചകനെ പിടിച്ചു. നീ കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ്, അതു നേരല്ല, ഞാൻ കൽദയരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഇരീയാവ് അത് കൂട്ടാക്കാതെ യിരെമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. പ്രഭുക്കന്മാർ യിരെമ്യാവോട് കോപിച്ച് അവനെ അടിച്ച് രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു. അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു. അങ്ങനെ യിരെമ്യാവ് കുണ്ടറയിലെ നിലവറകളിൽ ആയി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു. അനന്തരം സിദെക്കീയാ രാജാവ് ആളയച്ച് അവനെ വരുത്തി. യഹോവയെങ്കിൽ നിന്ന് വല്ല അരുളപ്പാടുമുണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. അതിന് യിരെമ്യാവ്, ഉണ്ട്, നീ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ യിരെമ്യാവ് സിദെക്കീയാ രാജാവിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ കാരാഗൃഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്തു കുറ്റം ചെയ്തു? ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന്റെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ? ആകയാൽ യജമാനനായ രാജാവെ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ. അപ്പോൾ സിദെക്കീയാ രാജാവ് യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരു അപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു. അങ്ങനെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു.